നമ്മൾ കളിക്കുന്ന ബ്രെയിൻ റോട്ടിൻ്റെ മറ്റേ പാർട്ട് 2 മൊബൈൽ ബ്രെയിൻ റോട്ടിൻ്റെ പാർട്ട് 2 ആണ് ഈ വീഡിയോ. അപ്പം നമ്മൾ ഈ വീഡിയോക്കകത്ത് ഇപ്പം നിലവിൽ ഇപ്പം ഇത്രയും ബേസിനകത്ത് ഇത്ര ഫോൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോൺ വേണം, കുറച്ച് ഫോൺ എടുക്കാം. നമുക്കൊരു കാര്യം നമുക്ക് ബേസിൽ മോഷ്ടിക്കാം. എന്താ കാണിക്കണേ നിന്നോടെ അടിച്ച് ആ തല പറിക്കും. ആയി ഉണ്ടാക്കുന്നതാണ് എന്താ നീ മൂപ്പിക്കണ എൻ്റെ ബേസിക്കലുണ്ട് ഫോണടിക്കുന്നു മൈത. സൗണ്ടാണ് പൈസ 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 മൈ മോനെ എന്നാ ഊഞ്ച പരിപാടി. എന്താ കാണിക്കുന്ന അടിച്ച തല ഞാൻ പറയും. നമുക്ക് ഐഫോൺ എടുക്കാം. ഇവരുടെ ഐഫോണൊക്കെ ഓ ഗോൾഡിൻ്റെ പൈസ കിട്ടി. ഗോൾഡിൻ്റെ ഐഫോൺ അമ്പോ ഗോൾഡിൻ്റെ അള്ളി. ഹലോ ബ്രോ. നമുക്ക് റീബർത്ത് ചെയ്യാനേ ആയിട്ടില്ല സമയമായിട്ടില്ല. നമ്മൾ ഓടിപ്പോന്നു ഉള്ള നമുക്ക് റീബർത്തിൽ എത്ര കോയിൻസ് എനിക്കറിയില്ല. നമുക്ക് ഷോപ്പിൽ കയറിയാണ് നമ്മളെ അത്രയും പൈസ വെച്ചാണ്. ഓ റോബോട്ട് നമുക്ക് വേണ്ട പോകാം. നമുക്കിതൊന്നും എടുക്കാൻ പറ്റില്ല. ഇറങ്ങിപ്പോടാ ബേസിൽ നിന്ന് ഇറങ്ങിപ്പോടാ. പോടാ ഇറങ്ങിപ്പോടാ ബേസിൽ നിന്ന്.
നിൽക്കണം. അത് ഇവനെ അങ്ങ് അടിക്കണം. ഇവനെ അങ്ങ് ചാക്കും. അങ്ങനെയാണോ? അവനങ്ങനെ വേണം. അവനങ്ങനെ അവന് സോക്കട് കൂടുതലല്ലേ? കഴിഞ്ഞ സോക്കട് കൂടുതലേ. അവനിങ്ങനെ CCTV തിരിച്ച് സ്കീപ്പർ എടുക്കാൻ പറ്റൂല. ഈ കളി ഫുള്ള് കളിക്കുവാണെങ്കിൽ 50 Pro എടുത്തില്ല. കുഴപ്പമില്ല, നമുക്കൊരു ബേസിസ് സാധനം കളഞ്ഞു. 100 ഇത് 309K മോനെ. തൽക്കാലമൊക്കെ ഫോൺ എടുക്കാം. നമുക്ക് തൽക്കാലത്തേക്കിനും ഒരു ഐഫോൺ എടുക്കാം. ബേസിലൊക്കെ കാമപ്രാന്തന്മാരെ കയറും. 7 മിനിറ്റ് അരമണിക്കൂർ. അല്ല ഇവളോർത്ത സ്ഥിതിയാണ്. ഞാനെന്ത് ഗെയിമൊക്കെ മൊത്തം അപ്ഡേറ്റ് ഒന്ന് മാറിപ്പോയല്ലോ. എത്രയായി ഗെയിമിലേക്കൊന്ന് കയറിയിട്ട് തന്നെ. ചേടാ ക്ലാസ് കാര്യങ്ങളും അതിന്റെ ഇടയിൽ പാർട്ട് ടൈം ജോബ് എല്ലാം നോക്കുന്നതുകൊണ്ട് മര്യാദക്ക് അക്കൗണ്ടിലൊന്നും കളിക്കാൻ തന്നെ പറ്റുന്നില്ലല്ലോ. എന്തോ പറയാനാ, ഇങ്ങനെ വെച്ചാല് ഇത്ര നല്ല അക്കൗണ്ട് അല്ലേ മൊത്തം നശിക്കുന്നതായിരിക്കും. കളിക്കുന്നുണ്ടെങ്കിൽ 75 ലെവൽ അടിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴാണെങ്കിലും വെറും 60 ലെവലിൽ നിൽക്കുക ഈ അക്കൗണ്ട്. തിരക്കാണെങ്കിലും വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ ഈ ഗെയിമിലൊക്കെ കയറണമെന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ പറ്റാറില്ല. നല്ല രീതിയിൽ കളിക്കുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട് കളിക്കാൻ കൊടുക്കായിരുന്നു ചേട്ടാ. പക്ഷെ എനിക്ക് അങ്ങനെ ആരും അറിയത്തില്ലല്ലോ. എന്തോ ചെയ്യാനാ, ഇനിയിപ്പോ ഈ അക്കൗണ്ട് ഇവിടെ കയറുന്ന നശിച്ചു പൊക്കോട്ടെ. അല്ലാതിപ്പോ എന്ത് ചെയ്യാനാ? ഈ ഓണത്തിന് വെക്കേഷൻ ഉണ്ടായിട്ട് പോലും പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാം. എന്റെ ഒരു അവസ്ഥ. അവരെങ്കിലും കളിക്കാൻ കൊടുക്കായിരുന്നു ഈ അക്കൗണ്ട്. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? ഇന്ന് പിന്നെ എങ്ങനെയോ ഒരു അവധി കിട്ടിയതാ. അതുകൊണ്ടാണ് എനിക്ക് ഗെയിമിലൊക്കെ ഒന്ന് കാണാൻ പറ്റിയത്. ഇവരെന്നെ ബേസിക് കാരണം മുള്ളുവേലിട്ടു. എന്റെ ഫോണിലാണെങ്കിൽ ചാർജ് കുറവാ. എന്താ കളിക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം. നമ്മള് കൊറേ ബേസിക് കുറക്കണം. ആപ്പന്മാര് കയറും ആണ് അവള് ബേസ് മൂടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ബേസ് മൂടിയില്ല കുറക്കണം. ആപ്പന്മാര് കയറി വരും. അതാ ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല ടീമിൽ മലയാളി കിട്ടുമെന്ന്. അത് ശരി. എനിക്കാണ് പിന്നെ മനസ്സിലായത് നീ ഒരു മലയാളിയാണെന്ന്. 70 Pro ഞാൻ ഉറപ്പാന്ന് കിട്ടിക്കും. നമുക്ക് റീബർ തലക്ക് നേരെ നമ്മളെ ബേസ് മാത്രമേ ഉള്ളൂ സാധനങ്ങൾ. നമുക്കല്ല കണ്ണടയൊക്കെ ചില ലുക്കല്ലേ. ഡ്രസ്സൊന്നും മാറ്റണമല്ലേ? ഡ്രസ്സ് മാറ്റണം. അവൻ അങ്ങനെ ബേസിക്ക് വരണ്ട.
നോക്കണം. നല്ല കാര്യല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു നീ? ഞാനോ? ഞാനത് വെച്ച് പാവങ്ങൾക്ക് കൊടുത്തേട്ടാ. പാവങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തു. ഓ അത് ശരി. അപ്പൊ ചേട്ടന് ഗെയിം കളിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കേറാൻ സമയം കിട്ടുന്നില്ല അല്ലേ? ആരറിയാം, എന്തു പറയാനാ, ഫുള്ള് ജോലി തിരക്കും പിന്നെ അതിന്റെ ഇടയിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെയാ. അങ്ങനെയാണല്ലേ ചേട്ടാ. ചേട്ടന്റെ അക്കൗണ്ട് എന്തായാലും നല്ലൊരു അക്കൗണ്ടാ. കളിക്കാതെ വെച്ച് വെറുതെ അത് കളയല്ലേ? ആരറിയാം, അതാണ് എന്റെ സങ്കടം. ക്ലാസ് ഒക്കെ കഴിയുന്നത് വരെ ഏതെങ്കിലും ഒരു നല്ല ആൾക്ക് കളിക്കാൻ കൊടുത്താൽ കൊള്ളാമെന്നുണ്ടടാ. പക്ഷെ അങ്ങനെ ആളെ കണ്ടു കിട്ടണ്ടടാ. ഓ അങ്ങനെയാണോ? ചേട്ടനപ്പോ അനിയനൊന്നുമില്ലേ? ഇല്ലടാ ബ്രോ, എനിക്ക് അനിയനൊന്നുമില്ല. എന്നാ പിന്നെ ചേട്ടന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ അനിയനായി കാണാൻ പറ്റുമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ചേട്ടന്റെ അക്കൗണ്ട് കളിക്കാട്ടാ. ചേട്ടാ ബ്രോ, അത് ശരിയാവോടാ. നീ ഇപ്പൊ കളിച്ച് പഠിച്ചു എൻ്റെ പൈസ ഒരു സാധനം കൊടുക്കുന്നു. ഇത്രയുള്ള അക്കൗണ്ട് തന്നു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ലടാ. അല്ല ചേട്ടാ, ഞാൻ നല്ല രീതിയിൽ കളിക്കും. ചേട്ടന്റെ കളി അറിയാനിട്ടാ. എന്ത്? നീ നല്ല രീതിയിൽ കളിക്കുമെന്നോ? എനിക്ക് തോന്നുന്നില്ലടാ. ചേട്ടാ, ഞാൻ സത്യമാണ് പറഞ്ഞത്. ഞാൻ നല്ല രീതിയിൽ കളിക്കും. ചേട്ടന് സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു വൺവീസസ് കണ്ടു പോവാം. എന്ത് പറയുന്നു? ഒരു മിനിറ്റ്. അങ്ങനെയാണോ? എന്നാ പിന്നെ നമുക്കൊരു വൺവീസസ് കണ്ടു പോവാടാ. നിന്റെ കളി ഞാൻ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. ഓക്കെ ഏട്ടാ. താങ്ക്സ് ഏട്ടാ, താങ്ക്സ്. ഓക്കെടാ, നീ സോളോ ആക്ക്. ഞാൻ പോയി റൂം റീയാറ്റാകട്ടെ. ഓക്കെ ഏട്ടാ. പോയില്ലേ? റോബോക്സിൽ നിന്നുണ്ട്, റോബോക്സിൽ നിന്നുണ്ടാ. I drive alone, I need no shopper, I vibe along with my brothers in the vibe better, in the tribe better, in the level better, in my league better. ഞാൻ പഠിച്ചതൊരു മണ്ണിന്റെ മാഷ് വേറെ നമ്മ കളിച്ചു തിരിയും. ഞാൻ വിചാരിച്ച പോലല്ലോ, നീ നന്നായിട്ട് കളിച്ചല്ലോ. ഞാൻ വിചാരിച്ചു നീ ചുമ്മാ പറയുന്നതാണെന്ന്. അല്ല, നീ നല്ല രീതിയിൽ കളിച്ചു. ചേട്ടാ, എനിക്ക് പിന്നെ ഇതുപോലുള്ള പ്രോ പ്ലെയർ അക്കൗണ്ടിലൊക്കെ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ കളിച്ചു തന്നാ ചോദിച്ചതാ. ചേട്ടന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. ചേട്ടാ, ഞാനാണെങ്കിൽ എന്റെ സ്വന്തം അക്കൗണ്ട് വരെ നോക്കിക്കോളാം ചേട്ടാ. ചേട്ടൻ പറഞ്ഞ സമയത്ത് ഞാൻ ഇറങ്ങി പോയിക്കോളാം അക്കൗണ്ടിന്ന്. ഒറ്റ കുഞ്ഞിന് പോയി ഞാൻ കളിക്കാൻ കൊടുക്കത്തില്ല ചേട്ടാ. ആണോ? നീ കളിച്ചോളാം ഈ അക്കൗണ്ടില്. എനിക്ക് പിന്നെ വിശ്വാസാ. നീ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. നീ എന്തുകൊണ്ടും യോഗ്യനാ ഈ അക്കൗണ്ടിൽ കളിക്കുന്നതിന്. ആണോ ചേട്ടാ? അപ്പൊ എനിക്ക് കളിക്കാൻ തരുമോ? ആണോ? നീ കളിച്ചോളാം.